My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 334 ഈ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ആഴ്സനിക്കം സൾഫ്യൂറേറ്റം ഫ്ലൈവം. വളരെ ശക്തമായ ഒരു ഔഷധമാണിത്. വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന ആൻറ്റിസോറിക്കും ആൻറ്റിസിഫിലിറ്റിക്കുമായിട്ടുള്ള ഔഷധമാണിത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ വൈവിധ്യമാർന്നതാണ്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൊഡാലിറ്റീസിൽ വരുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, രണ്ട് എക്സ്ട്രീമിലേക്കും പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ വളരെ അസാധാരണമായ രോഗാവസ്ഥകളിൽ ഇതിനുള്ള പ്രയോഗ സാധ്യതയിലേക്കാണ് ഇത്തരം ലക്ഷണങ്ങൾ വിരചൂണ്ടുന്നത്. ശ്രദ്ധാപൂർവം പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇത് ഉപയോഗിക്കാനും നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ശ്രമിക്കാം. ദിസ് ഈസ് വൺ ഓഫ് അവർ ഡീപ്പസ്റ്റ് റെമഡീസ് ആൻഡ് ഈസ് ടു ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് സോറ ആൻഡ് സിഫിലിസ്, എസ്പെഷ്യലി ഇൻ ഓൾഡ് ബ്രോക്കൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്. പഴകിയ ആകെ തകർന്ന ജീവിതാവസ്ഥയിലുള്ളവർക്ക് സവിശേഷമായിട്ടും ഉപകരിക്കുന്ന ഒരു ആൻറ്റിസോറിക്കാണ്, ആൻറ്റിസിഫിലിറ്റിക്കുമാണ്. The encyclopedia and grading symptoms furnish valuable fragmentary provings. സമ്പൂർണമായിട്ടുള്ള ഒരു പ്രൂവിങ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കെൻഡ് ഇവയെ രണ്ടും ആശ്രയിക്കുന്നത് കൂടാതെ പുതിയ പ്രൂവിങ്സിന് പ്രോത്സാഹിപ്പിക്കുകയും അവയെ ആശ്രയിക്കുകയും കൂടാതെ വളരെ വിപുലമായിട്ട് രോഗികളിലുള്ള ചികിത്സാ ഫലങ്ങളെ വിശകലനം ചെയ്തുമാണ് ഈ പ്രഭാഷണം അദ്ദേഹം തൻ്റെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്നത്. ഇറ്റ്സ് എ മോസ്റ്റ് യൂസ്ഫുൾ മെഡിസിൻ ഇൻ ഓൾഡ് കേസ് ഓഫ് മലേറിയ, ഇൻ ഗ്രേറ്റ് വീക്ക്നെസ് ഫോളോയിങ് ദ അബ്യൂസ് ഓഫ് കിനീൻ. നമ്മളിത് പലതിലും കണ്ടിട്ടുള്ളതാണ്. പഴയ കിനീൻ പ്രയോഗം അതുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഇത് വരാം. When eruptions have been suppressed from local treatment and there is great weakness and lack of reaction. ഇത് ഇന്നും വളരെയധികം സാധ്യതയുള്ളൊരു കാര്യമാണ്. ബാഹ്യമായ പരുക്കളെയും വ്രണങ്ങളെയും പഴുപ്പുകളെയും ഒക്കെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ സപ്രസീവ് മെഡിസിൻസ് കൊണ്ട് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുകയും തൽഫലമായി പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇത് വളരെ ഉപകരിക്കും. അതുകൊണ്ട് വലിയ ക്ഷീണിതരായി ഒരു വൈറ്റൽ റിയാക്ഷൻ നടക്കാതെ ഔഷധങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പോലും ശരിക്കും റിയാക്ഷൻ ഉണ്ടാകാതെ ഒരു വല്ലാത്തൊരു സ്ലഗ്ഗിഷ്നെസ് കാണിക്കുന്ന അവസ്ഥകളും ഇതിൻ്റെ കീഴിൽ വരും. നമുക്കങ്ങനെ പല ഔഷധങ്ങളും ഉണ്ട്. ദ സിംറ്റംസ് ആർ വേഴ്സ് ഇൻ മോർണിംഗ്, ഫോർനൂൺ, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഇൻ ട്വിലൈറ്റ്, നൈറ്റ്, ബിഫോർ മിഡ് നൈറ്റ്, ആഫ്റ്റർ മിഡ് നൈറ്റ്. ഏതാണ്ട് എല്ലാ സമയങ്ങളിലും ലക്ഷണങ്ങളുടെ അഗ്രവേഷൻ ഉണ്ടെന്ന് അർത്ഥം. ഇതിൽ മോർണിംഗും ആഫ്റ്റർനൂണും ഈവനിങ്ങും ബിഫോർ മിഡ് നൈറ്റും ആഫ്റ്റർ മിഡ് നൈറ്റും ഇറ്റാലിക്സ് ആണ്. നൈറ്റ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഏറ്റവും അധികം പ്രാധാന്യം. ഇറ്റ് ഹാസ് എ മാർക്ക്ഡ് ടെൻഡൻസി ടു ഫോം അബ്സസസ്. പഴുപ്പുകൾ, വ്രണങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ശക്തമായ പ്രവണത ഈ ഔഷധത്തിൽ നമുക്ക് കാണാം. ആവേഷൻ ടു ഓപ്പൺ എയർ, തുറസായ വായുവിനോട് അനിഷ്ടം. ഇതിലും ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആവേഷൻ ടു ഓപ്പൺ എയർ ഓൾട്ടർനേറ്റിംഗ് വിത്ത് എ ഡിസയർ ഫോർ ഓപ്പൺ എയർ. ഓൾട്ടർനേറ്റീവ് വരാം. ഒരു സമയത്ത് തുറസായ വായുവിനോട് അനിഷ്ടം, തീരെ പറ്റില്ല. ചിലപ്പോൾ അതിനോട് വല്ലാത്ത താല്പര്യം. എക്സ്ട്രീംലി സെൻസിറ്റീവ് ഡ്രാഫ്റ്റ്, ഒരു ചെറിയ കാറ്റിനോട് അങ്ങേയറ്റം സംവേദനക്ഷമത, താങ്ങാൻ പറ്റുന്നില്ല. ഓപ്പൺ എയർ മേക്സ് സം സിംപ്റ്റംസ് ബെറ്റർ ആൻഡ് സം വേഴ്സ്. കണ്ടോ, അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ മൊഡാലിറ്റീസിലൊരു ബോത്ത് എക്സ്ട്രീംസ് കാണുന്നുണ്ട്. തുറസായ വായു ചില ലക്ഷണങ്ങളെ മോശമാക്കുന്നു, ചിലതിനെ മെച്ചപ്പെടുത്തുന്നു. അനീമിയ ആൻഡ് ഫിസിക്കൽ ആങ്സൈറ്റി, അത് രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അനീമിയ, വിളർച്ച, ഫിസിക്കൽ ആങ്സൈറ്റി നമ്മൾ നേരത്തെയും കണ്ടിരുന്നു. ശരീരം പ്രതികരിക്കൽ, എക്സ്റ്റേണൽ ഇമ്പൾസിനോട് ശരീരത്തിൻ്റെ പ്രതികരണം, വല്ലാതെ നെഞ്ചിടിപ്പ് കൂടുന്നു, വിയർക്കുന്നു, ശരീരം വിറക്കുന്നു, ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു, ഓക്കാനം വരാം. അങ്ങനെ പല പ്രശ്നങ്ങൾ. ആ ഒരു റിയാക്ഷൻ, ഒരു ഡു ഓർ ഡൈ റിയാക്ഷൻ ഉണ്ടല്ലോ ശരീരത്തിൻ്റെ, അപ്പോൾ അതും ഇവിടെ വരുന്നുണ്ട്. വളരെ മാർക്ക്ഡ് കണ്ടീഷനിലാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫിസിക്കൽ ആങ്സൈറ്റി,
വീക്ക്നെസ് ആൻഡ് സഫോക്കേഷൻ ഫ്രം ഗോയിങ് അപ്സ്റ്റേഴ്സ്, മേലേക്ക് കയറുമ്പോൾ തളരുന്നു, ശ്വാസം മുട്ടുന്നു. പാർട്സ് ഫീൽ കൺസ്ട്രക്റ്റഡ് ആസ് വിത്ത് എ ബാൻഡ്, കൈകാലുകളിലും മറ്റുമൊക്കെ കഴുത്തിലോ തലയിലോ ഉള്ളതൊക്കെ ഒരു കെട്ടിട്ടാളുന്ന പോലെ ഇങ്ങനെ ഇറുകിയിരിക്കുന്നു. ഹി ടേക്സ് കോൾ ഫ്രം ബാത്തിങ് ആൻഡ് ഓൾ സിംപ്റ്റംസ് ആർ വേഴ്സ്, കുളിയുണ്ട് തണുപ്പടിച്ചിട്ട് എല്ലാ ലക്ഷണങ്ങളും വർദ്ധിക്കുന്നു. ഇത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളത്. ഇറ്റ് ഈസ് എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി ഇൻ കമ്പാറ്റിംഗ് ദ സിംപ്റ്റംസ് ഓഫ് എപ്പിത്തീലിയോമ, ലൂപ്പസ് ആൻഡ് സിറസ് ഈവൻ വെൻ അൾസറേഷൻ ഈസ് ഫോർ അഡ്വാൻസ്. തൊലിപ്പുറമേക്ക് വരുന്ന, തൊലിയുടെ കീഴിലൊക്കെ വരുന്ന പലതരം മുഴകൾ, മാംസം ഇങ്ങനെ ദ്രവിച്ച് തിന്ന് പോകുന്ന തരത്തിലുള്ള വ്രണങ്ങൾ, നല്ല കട്ടിയുള്ള മുഴകൾ, ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിൽ വ്രണങ്ങൾ വന്ന് വല്ലാതെ മൂർധന്യാവസ്ഥയിലായ രോഗാവസ്ഥകളിൽ പോലും ആഴ്സനിക്കം സൾഫ്യൂറേറ്റം ഫ്ലേവം നല്ല ഫലങ്ങളുണ്ടാക്കാം. ദ അപ്പിയറൻസ് ഓഫ് ദ ഫേസ് ആൻഡ് സ്കിൻ ഈസ് മച്ച് ലൈക്ക് ക്ലോറോസിസ്, വിളറി പച്ച നിറം വരെ വരുന്ന അവസ്ഥകളോട് വളരെ സാമ്യമുണ്ട് മുഖത്തിനും തൊലിക്കും. കൊറൈക്ക് ആക്ഷൻ ഓഫ് ദ മസിൽസ് ഓൾ ഓവർ ദ ബോഡി, ശരീരം മുഴുവൻ അനിയന്ത്രിതമായ ചലനം, ആട്ടം, അതൊക്കെ ശരീരം മുഴുവൻ പേശിയിൽ കാണാം. ഇൻ ജനറൽ ദ പേഷ്യൻ്റ് ഈസ് കോൾഡ്, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പത്തിയാണ് ഈ പേഷ്യൻ്റ്. വേഴ്സ് ഫ്രം കോൾഡ് എയർ, തണുത്ത വായുവിൽ കൊണ്ട് ആയ പ്രശ്നമാകും. ഫ്രം ബിക്കമിങ് കോൾഡ്, തണുപ്പടിക്കുന്നതുകൊണ്ട് പ്രശ്നമാണ്. ഫ്രം കോൾഡ് വെറ്റ് വെതർ, തണുത്ത ഈർപ്പമുള്ള കാലാവസ്ഥ ആഴ്സനിക്കം സൾഫറേറ്റിൻ്റെ രോഗിക്ക് പറ്റില്ല. ടേക്സ് കോൾഡ് ഈസിലി, വേഗം തണുപ്പടിക്കും. കൺവൾഷൻസ്, അബ്ഡമൻ പഫ്ഡ് അപ്പ്, ഒഫൻസീവ് ബിലിയസ് ഡയറിയ, സ്ലൈമി വോമിറ്റിങ്സ്. അപ്പോൾ ആകെ വലിച്ചു പോച്ചലുകളുണ്ട്, അടിവയറിങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നു, വളരെ ദുർഗന്ധമുള്ള മഞ്ഞയോ കടുത്ത പച്ചയോ കടുത്ത മഞ്ഞയോ ഒക്കെ നിറത്തിലുള്ള വയറിളക്കം, ഛർദി, പതയും മറ്റുമൊക്കെ, കൊഴുത്ത ദ്രാവകമൊക്കെ ഛർദ്ദിച്ചു പോകുന്നു, സ്ലൈമി വോമിറ്റിംഗ്. ഡിസ്ചാർജ് ഫ്രം ഓൾ മ്യൂക്കസ് മെംബ്രെയിൻസ് ആൻഡ് ഔട്ട്ലെറ്റ്സ് വെരി എക്സ്കോറിയേറ്റിംഗ്, ഒഫൻസീവ്, തിൻ ആൻഡ് യെല്ലോ. അപ്പോൾ എല്ലാ ശ്ലേഷ്മസ്ത്രങ്ങളിൽ നിന്നും ആൻഡ് ഔട്ട്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ നവദ്വാരങ്ങൾ, കണ്ണു മുതൽ താഴേക്ക് ഈനസ് വരെ വരാം. അവിടെ നിന്നൊക്കെയുള്ള ഈ കഫത്തിൻ്റെ സ്രവങ്ങൾ വളരെയധികം അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിലെ തൊലിയെ ദ്രവിപ്പിക്കും. ദുർഗന്ധമുണ്ട്, ചിലപ്പോൾ നേർത്തതാകാം, മഞ്ഞ നിറത്തിലാകാം. ഡ്രോപ്സി ഓഫ് ദ എക്സ്ട്രീമിറ്റീസ് ആൻഡ് ഇൻ അബ്ഡമൻ, കൈകാലുകളിലും അടിവയറ്റിലും ഒക്കെ നീര് കെട്ടി വീർത്തിരിക്കുന്നു. ദ സിംപ്റ്റംസ് ആർ വേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരത്തിന് മുൻപും ആഹാരത്തിന് ശേഷം. ആഹാരത്തിന് ശേഷം എന്നുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു, വല്ലാതെ വർദ്ധിക്കുന്നു. ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ആഹാരത്തിന് മുൻപും വരാം. ഇതാണ് പറഞ്ഞത്. രണ്ട് എക്സ്ട്രീംസും ഇതിൽ ഒട്ടുമിക്ക സിംപ്റ്റംസിൽ വരുന്നുണ്ട്. വേർഡ്സ് ഫ്രം കോൾഡ് ഡ്രിങ്ക്സ്, സോർ ഫുഡ്, കോൾഡ് ഫുഡ്, ഫാറ്റ് ഫുഡ്, ഫ്രൂട്ട് ആൻഡ് മിൽക്ക്. അപ്പോൾ തണുത്ത പാനീയങ്ങളിൽ നിന്നും ചവർപ്പുള്ള ആഹാരങ്ങൾ, തണുത്ത ആഹാരം, കൊഴുപ്പുള്ള ആഹാരം, പഴങ്ങൾ, പാൽ, ഇതുകൊണ്ടെല്ലാം ഈ രോഗിക്ക് ലക്ഷണങ്ങൾ വർദ്ധിക്കാം. ഫോർമിക്കേഷൻ ഓൾ ഓവർ ദ ബോഡി, ശരീരം മുഴുവൻ പുഴുവരിക്കുന്ന പോലെ, ഉറുമ്പ് അരിക്കുന്ന പോലെ. ദ മ്യൂക്കസ് മെംബ്രെയിൻ ബ്ലീഡിങ് ഈസിലി, മ്യൂക്കസ് മെംബ്രെയിൻസ് എല്ലാത്തിനും സെക്രഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടു, അതുപോലെ രക്തസ്രാവം ഉണ്ടാകാം. ദ ബോഡി ഫീൽസ് ഹെവി ആൻഡ് ലോഗി, ശരീരം ഒരു തടി പോലെ, ലോഗി തടി പോലെ ഭാരമുള്ളത്, സ്ലഗ്ഗിഷ്, അനക്കാൻ പറ്റും, തടി തള്ളി നീക്കണ്ടേ, വെറുതെ അനങ്ങില്ല. അപ്പം അങ്ങനത്തെ ഒരു ഫീല് ബോഡിയിലും മൊത്തമുണ്ട്. വെട്ടിയിട്ട തടി പോലെ എന്നൊക്കെ പറയില്ലേ. സംടൈംസ് ഈസ് ടു വാം ആൻഡ് സംടൈംസ് ചില്ലി. ഉണ്ടോ, ടെമ്പറേച്ചർ ടെമ്പറാമെൻ്റ് കണ്ടില്ലേ, ചിലപ്പോൾ വല്ലാതെ ചൂടായിരിക്കുന്നു, ചിലപ്പോൾ തണുപ്പത്തിയായിരിക്കുന്നു. ഇൻഫ്ലൈംഡ് പാർട്സ് ആൻഡ് ബേസ് ഓഫ് അൾസേഴ്സ് ഇൻഡിറേറ്റ്, നീർവീക്കം വരുന്ന സ്ഥലങ്ങൾ, വ്രണങ്ങളുടെ അടിഭാഗം കല്ലിച്ചു പോകുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ഓർഗൻസ് ആൻഡ് ഗ്ലാൻഡ്സ്, അവയവങ്ങളിലും ഗ്രന്ഥികളിലും ഒക്കെ വീക്കം വരുന്നു. ലാസിറ്റ്യൂഡ് ആൻഡ് ലാക്ക് ഓഫ് റിയാക്ഷൻ, ആകെ ഒരു അലസത, ഈ രോഗിയിൽ ആകെ ക്ഷീണിച്ച് അലസത ഒരു പൊതുഭാവമാണ്. ലാക്ക് ഓഫ് റിയാക്ഷൻ ഒന്ന് നേരത്തെ കണ്ടതാണ്. പ്രതികരണം കുറയുന്നു, പ്രതികരണം ഇല്ലാതെ വരുന്നു. ഹി ഓൾവേസ് ഡിസയർ ടു ലൈ ഡൗൺ, എപ്പോഴും കിടക്കാൻ അവൻ ഡിസയറാണ്, വല്ലാത്ത മോഹമാണ്. ഹി ഫീൽസ് വേഴ്സ് ലൈയിങ്, പക്ഷേ കിടക്കുമ്പോൾ സ്ഥിതി മോശമാവുകയും ചെയ്യും. വേഴ്സ് ആഫ്റ്റർ ലൈയിങ് അവെയിൽ, കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ കിടക്കാൻ ആഗ്രഹമെന്ന് കിടക്കുന്നു, കുറച്ചു നേരം കിടന്നു കഴിയുമ്പോൾ ലൈയിങ് ആഫ്റ്റർ അവെയിൽ, കുറച്ചു നേരം കിടന്നു കഴിയുമ്പോൾ സ്ഥിതി മോശമാകുന്നു. വേഴ്സ് ലൈയിങ് ഓൺ ബാക്ക്, നിവർന്ന് കിടക്കുമ്പോൾ മുതുകത്ത് കൊണ്ട് കിടക്കാൻ നേരത്ത് കൂടുതൽ മോശമാകുന്നു.
ഹി ഫീൽസ് ബെറ്റർ ഇൻ ബെഡ്. എങ്കിലും കിടക്കുമ്പോഴാണ് അയാൾക്ക് മെച്ചം. കിടക്കുമ്പോൾ താൽക്കാലിക ശമനമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. സിംറ്റംസ് ഓൾ വേഴ്സ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. എല്ലാ ലക്ഷണങ്ങളും ആർത്തവകാലത്ത് വർദ്ധിക്കും, മോശമാകും. മോഷൻ ജനറൽ അമീലറൈറ്റ്സ്. പൊതുവെ ചലനം ഇയാൾക്ക് ശമനമുണ്ടാക്കും. യെറ്റ് മോഷൻ അഗ്രവേറ്റ്സ് സം സിംറ്റംസ്. എങ്കിലും ചലനം ചില ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പേഷ്യൻ്റ് ഡ്രഗ്സ് മോഷൻ. രോഗി ഈ ചലനത്തെ ഭയക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകാം. പക്ഷെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ചലനം കൊണ്ട് മെച്ചമാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയാകാം, ചലനം കൊണ്ട് മെച്ചമുണ്ട്, കുറച്ചങ്ങനെ ചലിച്ചു കഴിയുമ്പോഴേക്കും പ്രശ്നമാകും. നേരത്തെ കിടപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ അങ്ങനെയാകാം. ഓൾ പീപ്പിൾ മച്ച് ബ്രോക്കൺ ഡൗൺ സീം ടു റാലി അണ്ടർ ദിസ് ആക്ഷൻ. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ കൂടുതലും വരുന്ന പ്രായം ചെന്ന ആളുകൾ, വല്ലാതെ തകർന്ന മനുഷ്യർ, അവർ ചലനത്തെ ഭയപ്പെടാം, ചലിക്കാൻ ഇഷ്ടപ്പെടാം. കുറച്ച് ചലിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് പ്രശ്നമാകാം. പെയിൻസ് ആർ കട്ടിങ്, ബേണിങ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, പ്രസ്സിങ്, സ്റ്റിച്ചിങ്, ടിയറിങ് ഡൗൺവേർഡ്സ്, ടിയറിങ് ഇൻ മസിൽസ്. അപ്പോൾ വേദനകളും എല്ലാ തരത്തിലും ഉണ്ടെന്ന് ചുരുക്കം. ത്രസ്റ്റിംഗ് പെയിൻസ്, അത് ഇറ്റാലിക്സിലാണ്. ത്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതി, ഇങ്ങനെയാണ് വല്ലാതെ ഞെക്കുന്ന രീതിയിൽ ആളെ തള്ളുന്ന തരത്തിലുള്ള വേദന. പീരിയോഡിസിറ്റി ഈസ് വെരി മാർക്ഡ്. ലക്ഷണങ്ങളുടെ ഇന്ന നിശ്ചിത ദിവസങ്ങളിൽ ആവർത്തിച്ച് വരുന്നൊരു അവസ്ഥ വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ആർസനിക്കിലും മുതൽ നമ്മൾ കാണുന്നതാണ്. പെർസ്പിറേഷൻ ഗിവ്സ് നോ റിലീഫ്. വിയർപ്പ് കൊണ്ട് യാതൊരു ആശ്വാസവുമില്ല. കംപ്ലൈൻസ് ആഫ്റ്റർ സപ്രസ് സ്വെറ്റ്. വിയർപ്പിനെ സപ്രസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ വിയർപ്പിനെ സപ്രസ് ചെയ്യുന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഇന്ന ഔഷധങ്ങൾ, ചില ഔഷധങ്ങൾ അതിന് വളരെ ഉത്തമമാണെന്നുള്ളൊരു മുൻവിധി, ഒരു മുൻധാരണ, ഒരു പ്രജുഡീസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യമാണ്. ഞാൻ പ്രേരിപ്പിച്ച് ഹോമിയോപ്പതി പഠനത്തിന് പോയ ചില ആളുകളിലൊരാൾ, ഞാൻ കോഴിക്കോട് ഒരു പഠനം തീർന്നിട്ടില്ല, ഒരു ഗ്രേഡ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോഴിക്കോട് താമസിക്കുന്ന സമയത്താണ് ഒരാൾ, ഞാനവിടെ കൺസൾട്ട് ചെയ്യുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും എൻ്റെ അടുത്ത് വരും. ഞാൻ സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ആണെന്ന് കോഴിക്കോട് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഒരു കേസായ കോംപ്ലിക്കേഷനായി. കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ്, ഒരു മെനോപോസിൻ്റെ സമയത്തൊക്കെയാണ്. അവർക്ക് പല പ്രശ്നങ്ങളും, ഈ കുളിര്, പനി ഒക്കെ ഉണ്ട്, തണുപ്പടിക്കൽ, ചൂടടിക്കലൊക്കെ ഉണ്ട്, അവർക്ക് കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ അവരുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞപ്പോൾ വല്ലാതെ വിയർത്തിരുന്ന സമയത്ത് കാല് കഴുകി ആദ്യം, പിന്നെ കുളിച്ചു. അപ്പോൾ ഒരു കുളിരും പനിയൊക്കെ വന്നു. അത് കഴിഞ്ഞ് അലോപ്പതി ചികിത്സയൊക്കെ എടുത്തു. കുറേ കോംപ്ലിക്കേഷൻ ആയപ്പോഴാണ് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഈ സ്ഥിരൌഷധം ആൾ കൊടുത്തു എന്നല്ലാതെ ആവർത്തിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സംഗതി കൂടുതൽ കുഴപ്പത്തിലായി. പക്ഷേ ആ രോഗിണി ഇദ്ദേഹത്തോടുള്ള താല്പര്യം കൊണ്ട് തുടർന്ന് ചികിത്സക്ക് നിന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമുക്കൊന്ന് കേസെടുക്കാൻ ചേട്ടനും വരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോയി കേസെടുത്തു. വളരെ വിസ്തരിച്ച് തന്നെ കേസെടുത്തു, വളരെ വിശദമായിട്ട് തന്നെ കേസെടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് റിപ്പർട്ടറൈസ് ചെയ്തു. ആളുടെ കയ്യിൽ കെൻറ്റിൻ്റെ റിപ്പർട്ടർ ഉണ്ടായിരുന്നു. റിപ്പർട്ടറൈസ് ചെയ്തു. വീണ്ടും ഓരോന്ന് കേസ് റീടേക്ക് ചെയ്യേണ്ടി വന്നു. എടുത്തു പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും വന്നത് ആർസനിക്കം സൾഫുറേറ്റം ഫ്ലേവം, ഈ ഔഷധമാണ്. ഞാനൊന്നും വായിച്ചിട്ടില്ലായിരുന്നു. ഞാനത് കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് എടുത്ത് വിസ്തരിച്ചൊന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് തന്നെയാണ് ബോധ്യമായി. പിന്നെ ഞാൻ ക്ലർക്കിൻ്റെ ഡിക്ഷണറി വായിച്ച് നോക്കി. അപ്പോൾ ഔഷധം അത് തന്നെയാണെന്ന് ഞാൻ ഉറപ്പായി. ആദ്യം മറ്റേ രോഗിക്കൊരു ഒരു ജനറൽ ആൻറ്റിഡോട്ട് കൊടുത്തു. ഒരു 2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തു. കുറച്ച് ലക്ഷണങ്ങളൊക്കെ മാറിയെങ്കിലും വീണ്ടും ഒന്നുകൂടി കേസ് എടുത്തപ്പോഴേക്കും ആർസനിക്കും സൾഫ്യൂരിക്കും തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഡോസ് 30 ഒരു ഡോസ് കൊടുത്തു. കൊടുത്തൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം. അന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ വലിയ പ്രയാസമായ സമയത്താണ്. പിന്നീട് 1-2 മാസം കഴിഞ്ഞാണ് ഞാൻ ഇയാളെ കാണുന്നത്. കണ്ടപ്പോഴേക്കും ഇമ്പ്രൂവ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുക തന്നെ. ഇത് റിപ്പീറ്റ് ചെയ്തു. എന്നോട് ചോദിക്കണമെന്നില്ല, അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ റിപ്പീറ്റേഷൻ അതെനിക്ക് തോന്നുന്നത് പൊട്ടൻസി കൂട്ടി 200ലേക്ക് മാറുകയും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണെങ്കിലും കേസ് വീണ്ടും ആകെ സങ്കീർണമായി. അത് പിന്നെ എന്ത് സംഭവിച്ചെന്നറിയില്ല, ഹീലിങ്ങിലേക്ക് പോയെന്നറിയില്ല. ഞാൻ കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ കോഴിക്കോടേക്ക് പോകാതെയുമായി, ബന്ധം വിട്ടുപോവുകയും ചെയ്തു. വാസ്തവത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ക്ഷമ കാണിച്ച് പ്ലാസിബോയൊക്കെ കൊടുത്ത്
ആവശ്യം വന്നാൽ ഒരു കോംപ്ലിമെൻ്ററി മെഡിസിനോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അങ്ങോട്ട് മാനേജ് ചെയ്ത് പോകാമായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് കൈവിട്ടു പോയി. ഏതായാലും വളരെ സങ്കീർണമായ ഒരു രോഗാവസ്ഥയിൽ ഈ ഒരു ഔഷധം ഉപകരിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് കിട്ടി. പൾസേഷൻസ് ഓൾ ഓവർ ബോഡി, ശരീരം മുഴുവൻ ഇങ്ങനെ വിങ്ങലുണ്ട്, സ്പന്ദനങ്ങളുണ്ട്. ദ പൾസ് ഈസ് ഫാസ്റ്റ്, ഇറഗുലർ, ഇന്റർമീഡിയറ്റ്, സ്മോൾ, വീക്ക്. അപ്പോൾ ഈ നാഡീസ്പന്ദനങ്ങൾ വളരെ വേഗത്തിൽ വരാം, ക്രമം തെറ്റി വരാം, കൂടിയും കുറഞ്ഞും വരാം, ഒന്ന് ഇടപെട്ട് വരാം, വളരെ ചെറുതായിട്ട് വരാം, വളരെ ക്ഷീണിതമായിട്ട് വരാം. ഒരു ഇറഗുലാരിറ്റി ഉണ്ടെന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയാൽ മതി. റണ്ണിങ് ഓർ ഫാസ്റ്റ് വാക്കിംഗ് ഇൻക്രീസസ് ഓൾ സിംറ്റംസ്. ഓടുന്നതുകൊണ്ട്, വേഗത്തിൽ നടക്കുന്നതുകൊണ്ട് എല്ലാ ലക്ഷണങ്ങളും വർദ്ധിക്കും. എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു പെയിൻ, വേദനയോട് വല്ലാതെ സെൻസിറ്റീവാണ്. ചെറിയൊരു വേദന മതി. ഞാൻ ഈ പറഞ്ഞ സ്ത്രീയുടെ അവസ്ഥയും അതായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റിലും അതായിരുന്നു. ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ലാതെ പ്രശ്നമാണ്. അവർക്ക് ആകെ ടെൻഷനിലൊക്കെ ആയി പോകുമായിരുന്നു അവർ. ഷോക്സ് ഫെൽ ത്രൂ ഔട്ട് ദ ബോഡി, ചെറിയ ആഘാതം പോലും ശരീരം മുഴുവൻ അവരെ ബാധിക്കും. മെനി സിംറ്റംസ് വേഴ്സ് ഓൺ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി, ശരീരത്തിന് വലതുവശത്താണ് പല ലക്ഷണങ്ങളും പ്രാഥമികമായിട്ട് വർദ്ധിക്കുന്നത്. കംപ്ലൈൻറ്റ്സ് ഫോർ സിറ്റിംഗ്, ഇരിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാകും. സിംറ്റംസ് ബിഫോർ സ്ലീപ്പ്, ഓൺ ഗോയിങ് ടു സ്ലീപ്പ് ആൻഡ് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറങ്ങുന്നതിന് മുൻപ്, ഉറങ്ങാൻ പോകുമ്പോൾ, ഉറക്കത്തിൽ പല ലക്ഷണങ്ങളും വർദ്ധിക്കും. സ്റ്റാൻഡിങ് അഗ്രവേഴ്സ്, നിൽക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ട്, നിൽക്കുന്നതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല സാധ്യതയാണ് വാസ്തവത്തിൽ കാണിക്കുന്നത് ഈ ഔഷധത്തിൻ്റെ. പക്ഷെ അതിന് പകരം ചില ആളുകൾ ഇത് വല്ലാതെ കൺഫ്യൂഷനാണ്, കെൻഡ് കൺഫ്യൂഷൻ ഉണ്ടാക്കും, കൺഫ്യൂസിങ് ആണ്, ഇതൊന്നും എങ്ങനെ സെലക്ട് ചെയ്യും, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇത്തരം ലക്ഷണവൈവിധ്യങ്ങൾ വെച്ചുകൊണ്ട്, കൺഫ്യൂസിംഗ് തോന്നുന്ന ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് പല സങ്കീർണമായ രോഗാവസ്ഥകളെയും നമുക്ക് നേരിടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്റ്റിഫ്നെസ് ഇൻ ബോഡി ആൻഡ് ലിംസ്, ശരീരത്തിൽ പൊതുവെയും കൈയാളുകളിലും ആകെ ഉറച്ചുപോയൊരവസ്ഥ. ഡ്രോപ്സിക്കസ് സ്വെല്ലിംഗ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ഗ്ലാൻഡ്സ്, ആകെ നീര് വീർത്ത് കെട്ടി ആളായ ശരീരഭാഗങ്ങൾക്ക് വീർത്തിരിക്കും. ഗ്രന്ഥികളിൽ ഈ വീക്കം കൂടുതലായിട്ട് കാണാം. അഫക്റ്റഡ് പേഴ്സ് സോർ ടു ടച്ച്, എന്തെങ്കിലും പ്രശ്നമുള്ള ഇത്തരം ഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുമ്പോൾ വല്ലാതെ നൊമ്പരം. ട്രംബ്ലിംഗ് ഓഫ് ബോഡി ആൻഡ് ലിംസ്, ശരീരം മുഴുവൻ കൈകാലുകളൊക്കെ വിറയൽ, കൊറൈക്ക് മോഷൻ പറഞ്ഞു, ആട്ടമുണ്ട്, വിറയലുണ്ട്. ട്വിച്ചിങ് ഓഫ് മസിൽസ്, പേശികളിൽ വലിച്ചു കോച്ചലുണ്ട്. വെരിക്കോസ് വെയിൻ ഉണ്ട്. മെനി സിംറ്റംസ് വേഴ്സ് ആഫ്റ്റർ സ്ലീപ്പ്, പല ലക്ഷണങ്ങളും ഉറങ്ങിയ ശേഷം വർദ്ധിക്കും. വാക്കിംഗ് അമീൽറൈറ്റ്സ്, നടക്കുന്നതുകൊണ്ട് ശമനം. വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ അഗ്രവേറ്റ്സ്, തുറസായ വായുവിൽ നടക്കുന്നതുകൊണ്ട് വർധന. വാക്കിംഗ് ഫാസ്റ്റ് അഗ്രവേറ്റ്സ്, വേഗത്തിൽ നടക്കുന്നുണ്ട് വർധന. അത് നമുക്ക് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റും, വേഗത്തിൽ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. വാംത്ത് ഓഫ് ബെഡ് അമീൽറൈറ്റ്സ്, കിടക്കയിലെ ചൂട് കൊണ്ട് ശമനമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. എക്സ്ട്രീം വീക്ക്നെസ്, അങ്ങേയറ്റത്തെ ക്ഷീണം. വീക്ക്നെസ് ഇൻ മോർണിംഗ്, ഡ്യൂറിങ് മെൻസസ്, ആഫ്റ്റർ എക്സർഷൻ, ആഫ്റ്റർ ഈറ്റിംഗ്, ഫ്രം പെർസ്പിറേഷൻ, ആഫ്റ്റർ സ്റ്റൂൾ, ഫ്രം വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ. അപ്പോൾ അങ്ങേയറ്റം ക്ഷീണം എപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ക്ഷീണിതാവസ്ഥ എപ്പോഴൊക്കെയാണ്? പ്രഭാതത്തിൽ, ആർത്തവകാലത്ത്, എന്തെങ്കിലും അധ്വാനിച്ചതിന് ശേഷം, ആഹാരം കഴിച്ചതിന് ശേഷം. അത് നല്ലൊരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിയർക്കുന്നത് കൊണ്ട്, മലശോധനയ്ക്ക് ശേഷം, നടക്കുമ്പോൾ, തുറന്ന വായുവിൽ നടക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള, രോഗിക്ക് തന്നെ ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്ന നിരവധി രോഗലക്ഷണങ്ങളിൽ നമുക്ക് പ്രയോഗിക്കാവുന്ന ധാരാളം ഔഷധങ്ങളുണ്ട്. ഈ ഒരു ഔഷധം ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. നമുക്കിതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഉപകാരപ്രദമായ ലക്ഷണങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡുകൾ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.